എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു ജാപ്പനീസ് ഡിഷ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. സുഷി പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടും കഴിച്ചിട്ടും ഉണ്ടാവും, കുറച്ചാൾ കണ്ടിട്ടും ഉണ്ടാവില്ല. ഇത് ഒരു എക്വയർഡ് ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് സീവീഡില്ലേ, കടൽ പായൽ എന്ന് പറയുന്ന കടലിൻ്റെ അകത്തുള്ള ചെടികൾ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഷീറ്റ് പോലെ ആക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് റൈസ് കുക്ക് ചെയ്തിട്ട് നിറച്ചിട്ട് കൂടെ ബാക്കി ഫില്ലിങ്ങൊക്കെ നിറച്ച് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. ഇത് ടേസ്റ്റിനെക്കാട്ടിലും എനിക്കതൊരു ആർട്ടായിട്ടാണ് തോന്നൽ. അത് റോൾ ചെയ്യുന്ന സ്കില്ലും പിന്നെ അതിൽ വയ്ക്കുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ മാറ്റർ ചെയ്യും. പല ഇൻഗ്രീഡിയൻസും ഇടും. അവക്കാഡോ, ക്യൂക്കമ്പർ, ചിക്കൻ, പ്രോൺസ്, പിന്നെ ടൂണ, അങ്ങനെ പലതും. പിന്നെ റോ ഫിഷും ഫിഷിൻ്റെ എഗ്സും എല്ലാം ഇടും. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. ആദ്യം കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് വേണ്ടത് സുഷി റൈസാണ്. പിന്നെ ഒരു നോറി ഷീറ്റ്സ്. ഇത് നമ്മൾ സീവീഡാണ് പ്രോസസ്സ് ചെയ്ത് അത് ഉണക്കി പരത്തിയിട്ടുണ്ടാവും ഷീറ്റ് പോലെ ആക്കിയിട്ട്. പിന്നെ ക്യൂക്കമ്പർ, പിന്നെ ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് സ്ട്രിപ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. പിന്നെ എഗ്ഗ്, പിന്നെ സുഷി സീസണിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. ഇത് കുറച്ച് വിനിഗറൊക്കെ പോലെ ഉണ്ടാവും, കുറച്ച് മധുരമൊക്കെ ആയിട്ട്. ഇത് നമുക്ക് റൈസിലേക്ക് ഇടേണ്ടതാണ് കുക്കായി കഴിഞ്ഞാൽ. പിന്നെ ചിക്കനിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു സീസണിങ് എടുക്കുന്നുണ്ട്. ഇതില്ലാത്തവർ സോയ സോസ് ഇട്ടാലും മതി. പിന്നെ ഇതിനുള്ള റൈസ് ഒരു പ്രത്യേക റൈസാണ്, ജാപ്പനീസ് റൈസ്. ഇത് നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടാവും, കാണാൻ കുറച്ച് ഇങ്ങനെ ഗ്ലോസി ലുക്കുമായിരിക്കും. ചെറിയ ഉരുണ്ടിട്ടുണ്ടാവും, കുറച്ച് നമ്മൾ ഇഡ്ഡലി റൈസ് എല്ലാം പോലെ ഉണ്ടാവും കാണാൻ. നല്ലോണം കഴുകിയിട്ട് പിന്നെ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള പാകത്തിന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യാം. കുറച്ച് സ്റ്റാർച്ച് കൂടുതലുള്ളതുകൊണ്ട് നല്ലോണം സ്റ്റിക്കിയും ബൈൻഡിങ്ങും ആയിട്ട് ഉണ്ടാവും. ഇത് നമുക്ക് കുക്ക് ചെയ്യാനിടാം. പിന്നെ നമ്മൾ വാസാബി സോസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇത് ഒരു റൂട്ടിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു സോസാണ്. ചട്നിയൊക്കെ പോലെ ഉപയോഗിക്കുന്നത്, പക്ഷെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ പാടുള്ളൂ. ഇത് സുഷി ജിഞ്ചർ. ഈ ഷീറ്റിലാണ് ട്രഡീഷണലി ഇവരിതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇതിങ്ങനെ പായെല്ലാം ചുരുട്ടുന്ന പോലെ ചുരുട്ടിയെടുക്കുക ചെയ്യുക. ഇന്ന് ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഒരു അച്ച് കിട്ടും, അതിലിട്ടിട്ട് ചെയ്യാണ്. ഇതിപ്പോൾ സുഷി ജിഞ്ചർ അതൊരു ഇത്തിരിയേ വേണ്ടുള്ളൂ. ഇതാണ് വസാബി സോസ്. ഈ വസാബി പറഞ്ഞാൽ ഒരു റൂട്ടിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു ഇഞ്ചിയൊക്കെ പോലത്തെ ഒരു സാധനം. അത് ഗ്രേറ്റ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ആണ് ഉപയോഗിക്കുക. ഇത് ഭയങ്കര ഒരു പഞ്ചൻ്റ് ആയിരിക്കും. ഈ നമ്മളെ സൈനസിൻ്റെ അകത്തേക്കൊക്കെ ഫ്യൂംസ് കയറുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഇത് ക്യൂക്കമ്പർ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് ബ്രെഡ് ക്രംസും മൈദയൊക്കെ എടുത്തിട്ട് ചിക്കനിനെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം ആദ്യം, കുറച്ചൊരു 10 മിനിറ്റ് സീസണിങ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമുക്ക് മൈദയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംബിലും മുക്കി മുട്ടയിലും മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് അച്ച്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, ഷേപ്പ് നല്ലോണം കിട്ടും. എന്തുതന്നെയായാലും ഇത് റെഗുലറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രാവശ്യം ചെയ്തപ്പോഴും അവിടെ ഇവിടെയൊക്കെ പൊട്ടി. എന്നാലും കാണിച്ചു തരാം. ഇതിപ്പം ചിക്കനിന് മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസിലും മൈദയിലും മുക്കി നമുക്കത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് എണ്ണയിൽ വറുത്തെടുക്കുക ചെയ്യുക. ഇതിപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ റെഡിയായ റൈസ് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആ സുഷി സീസണിങ് 1 കപ്പോളം ഒഴിക്കുക. അത് മാത്രം മതി. അതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാവും. ഇതാണ് സുഷി സീസണിങ്. കുറച്ച് വിനീഗറൊക്കെ പോലെ ഉണ്ടാവും. അതൊഴിച്ച് റൈസിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ റൈസിനെ നമ്മൾ ഈ മോൾഡിൻ്റെ അകത്തേക്ക് നിറയ്ക്കുക. ഇതിങ്ങനെ ഒട്ടിക്കിടക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പൂണിനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിനെ പരത്തി വെക്കുക.
നടുവിലൊരിങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വയ്ക്കുക. ഇന്ന് ഞാനിപ്പോൾ ചിക്കനും ക്യൂക്കമ്പറും മാത്രമാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ടൂണ, പ്രോൺസ് എല്ലാം ഉപയോഗിക്കാം. ഇതിനകത്ത് മീനിൻ്റെ മുട്ട ഇട്ടിട്ട് ഇത് ചെയ്യാനുണ്ട്, ഒരു ഫില്ലിംഗ് ചെയ്യാനുണ്ട്. അത് വളരെ എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ്. ഇതിപ്പോൾ ജിഞ്ചർ ഞാൻ ഇടുന്നതാണ്. ജിഞ്ചർ ആക്ച്വലി ഇടയിൽ ഇടണമെന്നില്ല, സുഷി റോൾ ചെയ്തതിന് ശേഷം കൂടെ കഴിക്കാനും മതി. ഞാനിതിപ്പോൾ ഇതിൻ്റെ അകത്ത് നിറയ്ക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ ചെറിയ അളവിലേ പാടുള്ളൂ. സ്പെഷ്യലി വസാബി, പറഞ്ഞ പോലെ വസാബി ഇങ്ങനെ ഒരു തുള്ളിയേ പാടുള്ളൂ. അത് ആ തുള്ളി തന്നെ നമ്മൾ കഴിക്കുമ്പം അങ്ങനെ തലേൻ്റെ അകത്തൊക്കെ കയറുന്ന പോലെ ഉണ്ടാവും ഫ്യൂംസ്. പക്ഷെ പെട്ടെന്ന് പോവും. വായിൻ്റെ അകത്ത് എരിവൊന്നും ഉണ്ടാവില്ല. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നാട്ടിൽ കിട്ടുന്നവർ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇത് ക്യൂക്കമ്പർ വെച്ചു. നമുക്ക് ചിക്കൻ വെക്കാം. പിന്നെ പല ഫില്ലിങ്സും പറഞ്ഞ പോലെ ചെയ്യാം. പിന്നെ സീവീഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. സീവീഡ് ആക്ച്വലി ചിപ്സ് എല്ലാം തിന്നുന്ന പോലെ കടിച്ചു തിന്നാലും നല്ല ഉണ്ടാവും. ഒരു സോൾട്ടി ആയിട്ടുണ്ടാവും. കുറച്ച് മീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമാവും. കുറച്ച് ഉണക്ക മീനിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെ ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് അച്ചിൻ്റെ അകത്ത് അത് പുഷ് ചെയ്തെടുക്കാം. പുട്ടൊക്കെ പോലെ വരും. കണ്ടില്ലേ, അത് കുറച്ച് പൊട്ടിപ്പോയി എഡ്ജിൽ. അങ്ങനെ എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടും. നമുക്കത് റോൾ ചെയ്യാം. റോൾ ചെയ്തിട്ട് എൻ്റെ ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മേയോ ഒട്ടിക്കുന്നുണ്ട്. ഈ സീവീഡ് നമുക്ക് സ്നാക്സ് പോലെ ചെറിയ ചെറിയ പോർഷനായിട്ട് മേടിക്കാൻ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ കഴിക്കാത്തവർ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്ക്. ഈ സുഷി ബാർ എന്നാ പറയുക ഇത് വിൽക്കുന്ന സ്ഥലത്ത്. അവിടെ ഇങ്ങനെ നല്ല പല വെറൈറ്റി ഓഫ് സുഷി ഉണ്ടാവും. കാണാൻ നല്ല രസമായിരിക്കും. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പെർഫെക്ഷൻ ആയിട്ടില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് സോയ് സോസിൽ ഡിപ്പ് ചെയ്തിട്ടോ അല്ല സോയ് സോസ് ഡ്രോപ്പ് ചെയ്തിട്ടോ കഴിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. എപ്പോഴെങ്കിലും ഈ സാധനങ്ങളൊക്കെ അസംബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈയും ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.